ഇത് നമ്മുടെ KRSന്റെ ഇൻക്യുബേറ്റർ ആണ് കേട്ടാ. ഇതാണ് ജോർജേട്ട സ്റ്റാർട്ടിങ് മേടിച്ചത്. ഇതിലാണ് തുടങ്ങിയത്. ഇതിലിപ്പോ മുട്ട വെച്ചിട്ടുണ്ട്. എത്ര മുട്ട വെച്ചിട്ടുണ്ട് ജോർജേട്ടാ? 60 അല്ലേ? മുട്ട ഇളക്കിയൊക്കെ വിരിയാറായോ? ആവാറായിട്ടുണ്ട്. എത്ര ദിവസം? 2 ദിവസത്തില് വിരിയും. 2 ദിവസം കൊണ്ട് വിരിയും. ഇത് നമ്മുടെ 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മുടെ തന്നെയാണ്. ഇത് എത്ര ദിവസം പ്രായമായി? ഇത് 2 ദിവസത്തില് വിരിയും. എല്ലാം ഒരുമിച്ച് വെച്ചതാണോ? ഇത് ഏത് കോഴിന്റെയാണ്? നമ്മൾ നേരത്തെ കണ്ട ആ കോഴിന്റെ തന്നെയാണ്? കറുപ്പ് കോഴിന്റെയാണ്. എല്ലാ കറുപ്പ് കോഴിയുണ്ട്. നമ്മളിവിടെ മൊത്തത്തിൽ ആ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന കോഴി മാത്രമേ ഉള്ളൂ? നമ്മുടെ അടുത്ത് കൊത്തുകോഴിയുണ്ട്. കൊത്തുകോഴിയുണ്ട്. അത് വേറെയാണോ? അസീല്. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് അതിന് വലിപ്പം കൂടുതലാണ് അല്ലെ? അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അസീലിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിപ്പമുണ്ട്. നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ ഇത്രയും കൂടെ വലിപ്പത്തിലുള്ളതാണ് അല്ലെ? കാലുകളൊക്കെ നീണ്ട് നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണത്. ഇത് നമ്മുടെ ഇൻക്യുബേറ്റർ എത്ര വർഷമായി ചേട്ടാ മേടിച്ചിട്ട്? 1.5 വർഷമായി. അപ്പൊ അതിന് മുമ്പേ തുടങ്ങിയുള്ള സന്തോഷമായിട്ട് പരിചയമുണ്ട് അല്ലേ? ഇനി ഇത് മാത്രമേ ഉള്ളൂ വെച്ചത്? വേറെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഇൻക്യുബേറ്റർ ആണ് കേട്ടോ സന്തോഷേട്ടാ. കാണുമ്പോ ഒരു സന്തോഷം. ഇത് പുതിയതാ തോന്നുന്നു അല്ലെ? ഈ ഇടയ്ക്ക് മേടിച്ചതാ തോന്നുന്നു. ഇതിലൊക്കെ മുട്ട വെച്ചിട്ടുണ്ട്. ഇതെന്താ ഡേറ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? മുട്ട വെക്കുന്ന ഡേറ്റ്. മുട്ട എത്ര ദിവസം എന്നുള്ള ആദ്യത്തെ വെച്ച ദിവസത്തിന്റെ ഡേറ്റ്. ഓ, നമുക്ക് അറിയാനായിട്ട് അല്ലേ? ഇതിലിപ്പോ എത്ര മുട്ടയുണ്ട്? ഇതിലൊരു 110 മുട്ട വെച്ചിട്ടുണ്ട്. 110. ഇതാണ് ഇത്ര വലിപ്പം വരുന്നുണ്ട് ആ കോഴിയുടെ മുട്ട. നമ്മൾ നേരത്തെ കണ്ട കോഴി അത് മാത്രമല്ല ഈ ചെറുതും വരും. 2 സൈസില് വരും. നമ്മൾ നേരത്തെ കണ്ട കോഴിയുടെ മുട്ടയാണ് ഈ വലിപ്പത്തിൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ നാടൻ കോഴി മുട്ടയെക്കാളും കുറച്ചുകൂടെ വലിപ്പത്തില്. പക്ഷെ ഹൈ പ്രോട്ടീൻ ആണ്. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മുട്ട. ഇതിലില്ല. ഇതിപ്പോ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ വെച്ച്. ഇതിൽ എത്ര മുട്ട വെച്ചിട്ടുണ്ട്? ഇതിലൊരു 159 മുട്ടയുണ്ട്. ഓ, ഇതെല്ലാം നമ്മുടെ കോഴിന്റെ തന്നെയാണ്. പുറമേന്നൊന്നും മേടിക്കേണ്ട ആവശ്യം വരില്ല. കോഴിന്റെ കുറച്ച് മുട്ടയും പുറമേന്ന് മേടിച്ചതാണോ? അല്ലെ നമ്മുടെ തന്നെയാണ് അല്ലേ? ഓ, അതാണ് ഇതിന് ഇങ്ങനെ എന്നൊക്കെ എഴുതിട്ട് നമുക്ക് അറിയാം. അതെ, കോഴിന്റെ മുട്ടയാണ്. അപ്പൊ അതും കുറച്ച് നമ്മുടെ അടുത്ത് ഉണ്ട്, കോഴികളുണ്ട്. അതിന്റെ ബ്രീഡ് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഇതില്ല. പക്ഷെ കോഴി വലിയ കോഴിയാണ്. പക്ഷെ അതിന് ചെറുതാണ് മുട്ട. നമ്മുടെ നാടൻ കോഴിയെ പോലെ ചെറിയ മുട്ടയാണ്. ജോർജേട്ടാ, പിന്നെ ഒരു സംശയം. നമ്മളെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഈ ഇൻക്യുബേറ്റർ കൊണ്ടുപോയിട്ട് സാധാരണ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ? ഓ, ധാരാളമായിട്ട്. ചേട്ടന്റെ അനുഭവം വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഴി ഉള്ളത് കൊണ്ട് എനിക്ക് മുട്ട എന്റെ മുട്ടയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോ സാധാരണ സ്റ്റാർട്ടിങ്ങില് ജോർജേട്ടൻ തുടങ്ങുമ്പോ നമ്മുടെ കയ്യില് കോഴി ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കർഷകനോട് എന്താണ് ജോർജേട്ടന് പറയാനുള്ളത്? നമ്മള് ഇപ്പൊ മുട്ട കിട്ടിയെങ്കിലും നമ്മള് വെളിയിൽ നിന്ന് മുട്ട കിട്ടുന്നുണ്ട്. നാടൻ മുട്ട കിട്ടും. അപ്പൊ നാടൻ മുട്ട കിട്ടിയെങ്കിൽ ഒരു 10 റുപ്യ 12 റുപ്യന് നമുക്ക് മുട്ട കിട്ടും. മുട്ട കിട്ടിയിട്ട് നമുക്ക് ഒരു 20 ദിവസം 21 ദിവസം വരെ ഇതിൽ വെക്കാം. എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത്? മുട്ട വെച്ച് 21 ദിവസം എങ്ങനെയാണ് അത്? നമ്മള് മൂന്ന് നേരം ഇത് മുട്ട ഉരുട്ടി കൊടുക്കും. പിന്നെ വെള്ളം കറക്റ്റ് നോക്കണം. പിന്നെ ഇതിന് മെയിൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ പവർ സപ്ലൈ പോവാൻ പാടില്ല. കറണ്ട് പോയെങ്കിൽ ഇത് തുറക്കാൻ പാടില്ല. കറണ്ട് ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ആക്കി നോക്കരുത്. പിന്നെ ഒരു 8 മണിക്കൂർ വരെ ഇത് ആ സെയിം ടെമ്പറേച്ചർ പിടിച്ചു നിന്നോളൂ. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞാല് ഞാൻ UPS ഉണ്ട് നമ്മുടെ കയ്യില്. UPS ഉള്ളത് കറണ്ട് പോയി കഴിഞ്ഞെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാല് ഇത് 8 മണിക്കൂർ ഇത് തുറക്കാൻ കറണ്ട് ഇതിൽ തന്നെ ചൂട് തുറന്നു നോക്കരുത്. അതാണ് ജോർജേട്ടൻ പറയുന്നത്. നമുക്ക് അധികം ഒന്ന് കേരളത്തിൽ കറണ്ട് പോലെ എന്തെങ്കിലും ഒരു ദിവസം മറ്റേ ഈ ഷട്ട് ഡൗൺ മാത്രമാണ് നമുക്ക് പോണത്. അതൊരു 5-6 മണിക്കൂറിൽ നമുക്ക് കറണ്ട് ശരിയാവും.
അപ്പൊ ആ സമയത്ത് മാത്രം ഇത് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാതിരുന്നാ മതി. അപ്പോ അതിന്റെ ടെമ്പറേച്ചർ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. അതുകൊണ്ട് വലിയ നമുക്ക് ഒരു ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ടെൻഷനാണ് എല്ലാവർക്കും. ഇത് എങ്ങനെയൊന്നുമില്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ വിരിച്ചില്ലെങ്കിൽ നമ്മളെ കൊടുത്ത കാശ് മുതലാവോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അത് തുറക്കാണ്ടിരുന്നാ മതി, ഈ ചൂട് അങ്ങനെ ഉള്ളില് സർക്കുലേറ്റ് ആയി നിന്നോളൂ. അതുകൊണ്ട് വലുതായിട്ട് എനിക്ക് ഇതുവരെ ഇതായിട്ടില്ല. അവിടെ ഉള്ളിൽ വെച്ചിട്ടുള്ളതിനൊന്നും എനിക്ക് UPS ഇല്ല. അത് ഇവിടെ ഉള്ളതിന് മാത്രമേ UPS ഉള്ളൂ. അതിന്റെ ഉള്ളിലൊക്കെ UPS ഇല്ല. പക്ഷെ നമുക്ക് അത് റൂം ടെമ്പറേച്ചറിൽ കുറച്ചുകൂടെ ടെമ്പറേച്ചർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ജോർജേട്ടന്റെ വീട് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. എന്താ വെച്ചാൽ കോഴിനെ അത്രയും നല്ല മക്കളെ പോലെയാണ് പരിപാലിക്കുന്നത്. സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇത് നല്ലോണം ഉപകാരപ്പെടും. ജോർജേട്ടൻ പറഞ്ഞ പോലെ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് കൊടുക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക്. പിന്നെ പെട്ടെന്ന് ഒരു പനിയും ജലദോഷമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും ഒഴിവാക്കിയിട്ട് നാടൻ പച്ചമരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേപ്പിലയും വെറ്റിലയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നാടൻ പച്ചമരുന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു അസുഖവും ഇല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് നമ്മുടെ ജോർജേട്ടൻ പറയുന്നത്. ശരിയാണ്, ഞങ്ങൾ കണ്ടതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ ജോർജേട്ടന്റെ ഫാമിലിക്ക് വരാനോ കാണാനും എന്താണ് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാൻ ജോർജേട്ടന്റെ നമ്പർ ഇവിടെ ആഡ് ചെയ്യാം. സെയിൽ ചെയ്യുന്നുണ്ട്, കോഴികളെയും സെയിൽ ചെയ്യുന്നുണ്ട്, മുട്ടയും സെയിൽ ചെയ്യുന്നുണ്ട്. ജോർജേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. വളരെയേറെ സന്തോഷമുണ്ട് ജോർജേട്ട, ഞങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത്. ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മുടെ സന്തോഷേട്ടന് വേണ്ടിട്ടാണ്. സന്തോഷേട്ടൻ ഇൻക്യുബേറ്റർ ഉള്ളത് കൊണ്ട് ഇത്രയും സപ്പോർട്ട് ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നടന്നൊന്നും പോവില്ല. ഞാൻ 2-3 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, മുട്ട വിരിയിപ്പിക്കുന്നത്. പക്ഷെ ഇത് നമ്മള് സന്തോഷേട്ടന്റെ ഇൻക്യുബേറ്റർ കയ്യിൽ കിട്ടിയ പിന്നെയാണ് ഇതിന്റെ സക്സസ് റേറ്റ് നമുക്ക് കൂടിയത്.